വർക്ക് സ്പേസിലായിക്കോട്ടെ, നമ്മളുടെ പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലായിക്കോട്ടെ, നമ്മുടെ വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഗോസിപ്പ് എന്ന് പറയുന്നത്. ഓഫീസിലൊക്കെ ഇത് വളരെ കൂടുതലായിരിക്കും. ഗോസിപ്സ്, മറ്റൊരാളിനെക്കുറിച്ച് കുറ്റം പറയുക എന്നുള്ളതാണ് നമ്മൾ ഗോസിപ്പ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗോസിപ്സിനെ കുറിച്ച് വളരെ രസകരമായി കേട്ടൊരു കാര്യമുണ്ട്. ഐ ലവ് പീപ്പിൾ ഗോസിപ്പിംഗ് അബൌട്ട് മീ ബിക്കോസ് ഐ എം എൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ, ദാറ്റ് ഈസ് വൈ യു ഗോസിപ്പ് വെൻ ഐ എം നോട്ട് അറൗണ്ട് എന്ന് പറയാറുണ്ട്. ഞാൻ ഇല്ലാത്തപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ ഗോസിപ്പ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ അത്ര പ്രാധാന്യമുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇല്ലാത്തപ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ച് വട്ടം കൂടിയിരുന്ന് കുറ്റം പറയുന്നത് എന്നാണിത് പറയുന്നത്. ഞാൻ ഇത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഞാൻ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. നമ്മൾ ഗോസിപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളുടെ വാല്യൂ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഫഷണൽ സർക്കിളിൽ നമ്മളുടെ വാല്യൂ ഇടിക്കുന്ന ഒരു കാര്യമാണ് ഗോസിപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം. മൂന്നാമത്തെ ഒരാളെക്കുറിച്ച് നമ്മളോടൊപ്പം അവരില്ലാത്തപ്പോൾ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാളെക്കുറിച്ച് ഒരു കുറ്റം പറയുമ്പോൾ ആ കേൾക്കുന്നയാൾ മനസ്സിൽ കരുതുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഞാനില്ലാത്തപ്പോൾ ഈ ആൾ ഇതേ കാര്യം എന്നെക്കുറിച്ചും പറയും. അപ്പോൾ നമ്മൾ എല്ലാവരും ഗോസിപ്പ് പലപ്പോഴും എൻജോയ് ചെയ്യുമ്പോഴും ഇത് കേൾക്കുന്നയാൾ നമ്മളെക്കുറിച്ച് വളരെ മോശമായി ചിന്തിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർക്കുക. അപ്പോൾ ഇനി ഓഫീസ് അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കളുടെ ഇടയിലോ ഒക്കെ ഗോസിപ്പ് ചെയ്യുന്ന സമയത്ത് ഓർക്കുക, ഇത് എൻജോയ് ചെയ്യുന്നവർ പോലും നമ്മളെക്കുറിച്ച് മാറിയിരുന്ന് ഇതേ കാര്യമായിരിക്കും, ഇതേ ഗോസിപ്പായിരിക്കും തിരിച്ചു പറയാൻ ശ്രമിക്കുക. ഗോസിപ്പ് ചെയ്യാത്തവരെക്കുറിച്ച് ഒരു നല്ല മതിപ്പായിരിക്കും മറ്റുള്ളവരുടെ മനസ്സിൽ, പ്രത്യേകിച്ച് ഓഫീസ് അന്തരീക്ഷത്തിൽ, ഒരു പ്രൊഫഷണൽ അന്തരീക്ഷത്തിൽ ഉണ്ടാവുക. ഗോസിപ്പ് ചെയ്യാത്തവർ കുറച്ചുകൂടെ ട്രസ്റ്റബിൾ ആണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നും. അവരോട് വിശ്വസ്തമായി പല കാര്യങ്ങളും ഷെയർ ചെയ്യാമെന്ന് തോന്നും. അതേസമയം ഗോസിപ്പ് ചെയ്യുന്ന ആൾക്കാരോട് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ആരും ഷെയർ ചെയ്യാൻ സാധ്യതയില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരോട് പറയാൻ സാധ്യതയില്ല. അവർക്കൊരു റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കൊടുക്കാൻ സാധ്യതയില്ല. കാരണം ഇന്ന് മറ്റൊരാളെക്കുറിച്ച് ഗോസിപ്പ് ചെയ്യുന്നയാൾ നാളെ എന്നെക്കുറിച്ചും ഗോസിപ്പ് ചെയ്യും എന്ന് കേൾക്കുന്ന ആൾക്കാർക്ക് നല്ല ബോധ്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഫ് യു ഗോസിപ്പ്, നമ്മൾ ഗോസിപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് കുറയ്ക്കുന്നതാണ് അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്.